മെഡിക്കൽ ടേംസ് മെയ്ഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബോൺസ്, മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ബോൺസ്, ഇൻഡിവിജ്വൽ ബോൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ. സോ ഇനി രണ്ട് സെക്ഷൻസ് കൂടി ബാക്കിയുള്ളൂ. സോ അപ്പോൾ അതിൽ ഒരെണ്ണം ആണ് ബോൺസ് ഓഫ് ദ പെൽവിസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇനി നമുക്ക് ബാക്കിയുള്ളത് പെൽവിസിൻ്റെ ബോൺസും പിന്നെ നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റി, ലോവർ ലിംബിൻ്റെ ബോൺസും ആണ് ഇനിയുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് നമ്മുടെ പെൽവിസിൻ്റെ ബോൺസ് ആണ്. അതായത് നമുക്കറിയാലോ, പെൽവിസിലാണ് ലോവർ എക്സ്ട്രിമിറ്റി, നമ്മുടെ ലോവർ ലിംബ്, നമ്മുടെ കാലുകൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, പെൽവിക് ഗേർഡിൽ എന്നും പറയും ഇതിനെ. ഓക്കെ, സോ പെൽവിസ് ഇന്ന് പഠിച്ചിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ലോവർ ലിംബും കൂടെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ പെൽവിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹിപ്പ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഹിപ്പ് എന്നാണ് പറയുക, അല്ലാതെ അനാറ്റമിക്കലി പറയുമ്പോഴാണ് പെൽവിസ് എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. സോ ഈ പെൽവിസിൻ്റെ ഒരു പ്രധാന ജോലിയാണ് നമ്മുടെ അപ്പർ ബോഡിയുടെ ഒരു വെയിറ്റ് താങ്ങുക എന്നുള്ളത്. അപ്പോൾ അത്രയും ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള ബോൺസ് വേണമല്ലോ അല്ലേ അവിടെ ബോഡിയുടെ വെയിറ്റ് താങ്ങാൻ, മുകൾ ഭാഗത്തെ ബോഡിയുടെ വെയിറ്റ് താങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് മാസീവായിട്ടുള്ള ബോൺസാണ്. നമ്മളെന്താ പറയുക, അരക്കെട്ടിൻ്റെ എന്നൊക്കെ പറയും അല്ലെ, ഹിപ്പ് അല്ലെങ്കിൽ അരക്കെട്ട്. അപ്പോൾ അതാണ് ഈ പെൽവിസ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി പെൽവിസിനെ പറ്റി പറയാറുള്ളത് ഒരു റിങ് പോലെയാണെന്നാണ്. ഓക്കെ, പെൽവിസിനെ യൂഷ്വലി നമ്മൾ പറയുമ്പോൾ കമ്പയർ ചെയ്യുന്ന ഒരു റിങ് പോലെ, ഒരു വളയം പോലെ ഇരിക്കും എന്ന് പറയും. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഏതാണ്ട് ഒരു റിങ്ങിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇതിൻ്റെ ആ ബോണുകൾക്ക്. കണ്ടോ, ഇത് ഇവിടുന്ന് തുടങ്ങി കണ്ടോ, ഇതിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടാവും. കണ്ടോ, ആ റിങ്ങിൻ്റെ അകത്ത് റിങ് ഷേപ്പിലുള്ള ബോണാണ് പെൽവിസ്, അതിൻ്റെ അകത്ത് ഒരു ക്യാവിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാവിറ്റിയാണ് നമ്മൾ പെൽവിക് ക്യാവിറ്റി എന്ന് പറയും. ഓക്കെ, ഹിപ്പിൻ്റെ അല്ലെങ്കിൽ പെൽവിസിൻ്റെ അകത്തുള്ള ഒരു സ്പേസ്. നമ്മളിപ്പോൾ ബോഡി ക്യാവിറ്റി ആയിട്ട് വരുന്നതാണിത്. അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുമല്ലോ, അബ്ഡോമിൻ്റെ അകത്തുള്ള സ്പേസ്, അതിനെയാണ് നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയും. അവിടെ ഒത്തിരി അബ്ഡോമിനൽ ഓർഗൻസ് ഒക്കെ ഉണ്ട്. സോ ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ തന്നെ ഏറ്റവും താഴത്തെ ഭാഗം നമ്മൾ ഈ കാണുന്ന പെൽവിസിൻ്റെ ഈ റിങ്ങിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ പെൽവിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. ദ ക്യാവിറ്റി വിത്തിൻ ദ റിംഗ് ഷേപ്ഡ് ബോൺ പെൽവിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പെൽവിക് ക്യാവിറ്റിയിലുള്ള ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഈ പെൽവിസ് ആണ്. നോട്ട് ഓൺലി ഇതിൻ്റെ വെയിറ്റ് ബെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഈ പെൽവിക് ക്യാവിറ്റിയിലുള്ള ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഈ പെൽവിക് ബോൺസിൻ്റെ ഒരു ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പെൽവിസിനെ പറ്റി പറയാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് ഇത്. നമ്മളിപ്പോൾ മെയിൽസിലും ഫീമെയിൽസിലും കുറച്ച് വ്യത്യാസമുള്ള, എന്താ പറയുക, അതിൻ്റെ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസമുള്ള ഒരു ബോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോൺ വെച്ചിട്ട് നമുക്ക് ഏതാണ് ഇപ്പോൾ ഒരു ഡെഡ് ബോഡിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബോൺസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ അവശിഷ്ടമായിട്ട്. സോ നമുക്ക് ഈ ബോണിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ജെൻഡർ ഏതാണ്, മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ജെൻഡർ വെച്ചിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഒരു ബോണും കൂടിയാണ് പെൽവിസ്. കാരണം ഫീമെയിൽസിൽ പെൽവിസ് കുറേയും കൂടെ ബ്രോഡർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ പെൽവിക് ക്യാവിറ്റിക്ക് കുറച്ച് വലിപ്പം വേണം ഫീമെയിൽസിൽ, കാരണം അത് ബർത്ത് കനാലാണ്. ആ ബർത്ത് നടക്കുന്നത് ഈ ഒരു എന്താ പറയുക, ഈ സ്പേസിൽ കൂടിയാണ്. ബർത്ത് കനാലായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബേബിയുടെ ഹെഡിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിന് എപ്പോഴും ഫീമെയിൽസിൻ്റെ പെൽവിസിന് കുറച്ച് ഒരു ബ്രെഡ്ത്ത് കൂടുതലുണ്ടാവും. മെയിൽസിൻ്റെ പെൽവിസ് കുറേ കൂടെ നാരോ ആണ്. അവരുടെ ക്യാവിറ്റിയും കുറച്ച് ഇടുങ്ങിയതായിരിക്കും, പെൽവിസ് കുറച്ച് ഇടുങ്ങിയതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു ജെൻഡർ സ്പെസിഫിക് ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങളുള്ള ബോൺ ആണ് ഈ പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പെൽവിസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പെൽവിസ് എന്ന് പറയുന്നത് 3 പെയേഴ്സ് ഓഫ് ബോൺസിൻ്റെ ഒരു യൂണിയൻ എന്ന് പറയാം നമുക്ക്. കണ്ട്, ഇതിൽ തന്നെ അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് ഈ ഞാനതുകൊണ്ട് ഈ കളർ ഡിഫറൻസ് ഉള്ള പിക്ചർ സെലക്ട് ചെയ്തത്, സോ ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ഈച്ച് പാർട്ട് ഓഫ് ദ പെൽവിസ്. സോ ഇത് 3 പെയറാണ്. 3 പെയർ ബോൺ എന്ന് പറയുമ്പം കണ്ടോ, ഇതിലിപ്പോൾ നമുക്ക് കാണാം, ഇത് ഒരു ഹാഫ്, പെൽവിസിൻ്റെ ഒരു ഹാഫാണ് ഈ കാണുന്നത്.
ഇത് മറ്റേ ഹാഫ് ഉണ്ടോ. അതായത് ഓരോ ഹാഫിലും പെൽവിസ് ഇങ്ങനെ 2 ഹാഫ്സ് ആയിട്ട് ഇരിക്കുന്നത്. സോ അതിൽ ഓരോ ഹാഫിലും 3 ബോണുകളുണ്ട് കണ്ടോ. ഇതാണ് ഇലിയം, ഇത് പ്യൂബിസ് എന്ന് പറയുന്ന ബോൺ, ഈ ഒരു പർപ്പിൾ കളറിൽ കാണുന്നത്. ഇതാ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഇഷ്യം. ഓക്കെ, ഇഷ്യം എന്നോ ഇസ്കിയം എന്നോ പറയാം. സോ ഒരു ഇലിയം ഉണ്ട്, ഒരു പ്യൂബിസ് ഉണ്ട്, ഒരു ഇഷ്യൂ. അതേപോലെ തന്നെ ഇപ്പുറത്തും സിമിലർലി ഇവിടെ ഇലിയം എന്ന് പറയുന്ന ബോൺ, ഈ ബോണ് ഇലിയം ആണ്. അതേപോലെ ഇവിടെ വരുന്നത് പ്യൂബിസ് ആണ്, ഇത്രയും ഒരു പ്യൂബിസിൻ്റെ ഭാഗമാണ്. ഇത് ഇഷ്യമാണ്. അപ്പോൾ അങ്ങനെ 2 ഇലിയകളുണ്ടാവും, അതുപോലെ 2 പ്യൂബിസ് ഉണ്ട്, 2 ഇഷ്യ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ 3 പെയർ ആണെന്ന്. ഓക്കെ, 3 പെയർ, ഒരു പെയർ ഓഫ് ഇലിയ, ഒരു പെയർ ഓഫ് പ്യൂബിസ് ആൻഡ് ഒരു പെയർ ഓഫ് ഇഷ്യ. അപ്പോഴാണ് ശരിക്കും ഈ പെൽവിസ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ബോൺ ആവുക. ഒരു ഹാഫ്, ഒരു റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും, ഈച്ച് ഹാഫ് ഹാസ് 3 ബോൺസ് അല്ലേ. ഒരു ഇലിയം, ഒരു പ്യൂബിസ്, ഒരു ഇഷ്യം. അതേപോലെ ഓപ്പോസിറ്റിലുള്ള പെൽവിസിൻ്റെ മറ്റേ ഹാഫിലും ഈ 3 ബോണുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 പെയേഴ്സ് ഓഫ് ബോൺസ് കൂടിച്ചേരുന്നതാണ് നമ്മുടെ പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലിയം എന്ന് പറയുന്നത്, ഇലിയത്തിൻ്റെ പ്ലൂറൽ വരുമ്പോൾ ഇലിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെ 2 ഇലിയ ഉണ്ട്. ദിസ് ഇസ് ദ റൈറ്റ് ഇലിയം ആൻഡ് ദിസ് ഇസ് ദ ലെഫ്റ്റ് ഇലിയം. അതേപോലെ ദിസ് ഇസ് ദ റൈറ്റ് പ്യൂബിസ് ആൻഡ് ദിസ് ഇസ് ദ ലെഫ്റ്റ് പ്യൂബിസ്. കണ്ടോ, ലെഫ്റ്റ് പ്യൂബിസ്. ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് ഇഷ്യം ആൻഡ് ദിസ് ഇസ് ദ ലെഫ്റ്റ് ഇഷ്യം. അപ്പം അങ്ങനെ 3 പെയേഴ്സ് ഓഫ് ബോൺസ്. പക്ഷെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ പെൽവിസ് ആസ് സച്ച് ഒരു ഫ്യൂസ്ഡ് ബോണാണ്. ഇവരെല്ലാം കൂടി ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുക ഉണ്ട്. അപ്പോൾ ഇവർ ഫോം ചെയ്യുമ്പോൾ വേറെ വേറെ ബോൺസ് ആണ്, പക്ഷെ അത് പിന്നീട് ഇവർ ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ ബോൺ പോലെ ആയിരിക്കുകയാണ്. നമുക്കപ്പോൾ നമ്മൾ പറയുമ്പോൾ ഓക്കെ ഡിഫറെൻറ്റ് ബോണുകളാണെന്ന് പറയുമെങ്കിലും ഒരു അഡൾട്ടിൽ അത് എപ്പോഴും ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് ഒറ്റ ബോൺ പോലെ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഓരോ ബോണുകളെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ കാണുന്നത് വെർട്ടിബ്രൽ കോളാണ്. ഞാൻ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുള്ളവർക്ക് അറിയാം. സോ ഇത് ലംബാർ വെർട്ടിബ്രകളാണ് ഉണ്ടോ. അപ്പോൾ ലംബാർ വെർട്ടിബ്ര എന്ന് പറയുന്നത് 3ാമത്തെ ഡിവിഷനാണ് അല്ലേ. നമുക്കറിയാലോ, ആദ്യത്തെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ആദ്യത്തെ ഡിവിഷനാണ് സെർവൈക്കൽ നെക്കിലെ വെർട്ടിബ്ര, സെർവൈക്കൽ വെർട്ടിബ്രേ. 7 വെർട്ടിബ്രകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നതാണ് തൊറാസിക് വെർട്ടിബ്രേ, 12 വെർട്ടിബ്രേ ഉണ്ട് അവർ. അത് കഴിഞ്ഞിട്ടാണ് ലംബാർ വരിക. ഓക്കെ, അപ്പോൾ 3ാമത്തെ ഡിവിഷനാണ് ലംബാർ. ലംബാറിൽ 5 വെർട്ടിബ്രേ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അവസാനത്തെ 3 ലംബാർ വെർട്ടിബ്രകളായിരിക്കണം ഉണ്ടോ. ഇപ്പോൾ ഇതിപ്പോൾ L3, ഇത് L4, ഇത് L5 ഉണ്ടോ. അപ്പോൾ അങ്ങനെ 3 ലംബാർ വെർട്ടിബ്ര. അത് കഴിഞ്ഞാൽ പിന്നെ സേക്രം അല്ലേ, 4ാമത്തെ ഡിവിഷനാണ് സേക്രമായിട്ട് വരിക. ഓക്കെ, സെർവൈക്കൽ, തൊറാസിക്, ലംബാർ, സേക്രം ആൻഡ് കോക്സിക്സ് കണ്ടോ. അപ്പോൾ സേക്രം നമുക്കിവിടെ ഈ സേക്രം കൂടെ വന്നാലാണ് ഈ പെൽവിസിൻ്റെ ആ റിങ് കംപ്ലീറ്റ് ആവുക. അല്ലെങ്കിൽ നോക്കൂ, നമുക്കറിയാലോ ഇലിയ പുറകിലാണെങ്കിൽ 2 ഇലിയ തമ്മിൽ അങ്ങനെ മീറ്റ് ചെയ്യുന്നില്ല, ജോയിൻ ചെയ്യുന്നില്ല. പകരം അവരെന്താ ചെയ്യുന്നത്, 2 ബോണുകളും, ഈ ഇലിയവും ഈ ഇപ്പുറത്തെ ഇലിയവും എന്താ ചെയ്യുന്നത്, സേക്രവുമായിട്ടാണ് ജോയിൻ ചെയ്യുക. ഇവർ തമ്മിൽ ജോയിൻ്റ് ഇല്ല. അവർ രണ്ടുപേരും 2 വശത്തായിട്ട് നിൽക്കുകയാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ ജോയിൻ ഇൻ ദ സേക്രം, ജോയിൻ വിത്ത് ദ സേക്രം ഓൺ ഐദർ സൈഡ് ഉണ്ടോ. അപ്പോൾ ഇവിടെ സേക്രം റൈറ്റ് ഇലിയവുമായിട്ട് ജോയിൻ്റ്, ഇവിടെ ഈ ജോയിൻ്റ് കാണാൻ നിങ്ങൾക്ക്, ഈ ജോയിൻറ്റിനെയാണ് സേക്രോ ഇലിയാക് ജോയിൻ്റ് എന്ന് പറയും ഉണ്ടോ. സേക്രോ ഇലിയാക് ജോയിൻ്റ്. അപ്പോൾ ഇത് റൈറ്റ് സേക്രോ ഇലിയാക്, റൈറ്റ് ഇലിയവും സേക്രവുമായിട്ട്, സേക്രോ ഒരെണ്ണേ ഉള്ളൂ പക്ഷേ ഇലിയം 2 എണ്ണം ഉണ്ട്. സോ ദിസ് ഇസ് ദ റൈറ്റ് സേക്രോ ഇലിയാക് ജോയിൻ്റ്. അതേപോലെ ലെഫ്റ്റ് ഇലിയവുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ലെഫ്റ്റ് സേക്രോ ഇലിയാക് ജോയിൻ്റ്. ഈ ജോയിൻറ്റ്സ് ആക്ച്വലി ഒരുമാതിരി ഇമ്മൂവബിൾ ആണെന്ന് പറയാം. വളരെ ലിമിറ്റഡ് മൂവ്മെൻറ്റ് ഈ സേക്രോ ഇലിയാക് ജോയിൻസിനൊക്കെ ഉള്ളൂ. ഓക്കെ, ഫ്യൂസ് ചെയ്തു എന്ന് പറയാൻ വയ്യ, ബട്ട് എന്നാലും വളരെ ലിമിറ്റഡ് മൂവ്മെൻറ്റ് മാത്രം അലൗ ചെയ്യുന്ന ജോയിൻസ് ആണ് ഈ 2 സേക്രോ ഇലിയാക് ജോയിൻസ്. ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സേക്രോ ഇലിയാക് ജോയിൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇതാണ്. സേക്രോവും കൂടെ വരുമ്പോഴാണ് ആ പെൽവിക് റിങ് ഫുൾ ഒരു റിങ് ആയിട്ട് മാറുന്നത് കണ്ടോ. അതർവൈസ് ഈ റിങ് അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയേനെ അല്ലേ. അപ്പോൾ ശരിക്കും വെർട്ടിബ്രൽ കോളത്തിൻ്റെ കണ്ടിന്യൂവേഷനും കൂടെ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ.
സേക്രം ഉണ്ട്, പിന്നെ സേക്രം കഴിഞ്ഞിട്ട് നമ്മുടെ ടെയിൽ ബോൺ എന്ന് പറയില്ലേ, കോക്സിക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സോ രണ്ട് ഇലിയകളാണ് സേക്രവുമായിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് ആദ്യം ഇലിയത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി ബോൺസിലേക്ക് പോകാം. സോ ഇലിയത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ പറഞ്ഞു, രണ്ട് ഇലിയവും സേക്രവുമായിട്ട് റൈറ്റ് ലെഫ്റ്റ് സേക്രോഇലിയക് ജോയിൻസ് ഫോം ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഇലിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇലിയം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പെൽവിസിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. നോക്കൂ, ഇപ്പോൾ പിബിസും ഇഷ്യും ഒക്കെ എടുത്താലും അവർ കുറച്ച് ചെറുതാണ്. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ഭാഗം മാത്രമേ അവർ ഫോം ചെയ്യുന്നുള്ളൂ പെൽവിസിൻ്റെ. പക്ഷെ പെൽവിസിൻ്റെ മേജർ പാർട്ടും ഫോം ചെയ്യുന്ന ആരാ നോക്കൂ, ഉണ്ടോ, രണ്ട് ഇലിയകൾ കൂടിയിട്ടാണ്. അപ്പോൾ അവർ മേജർ പാർട്ടാണ്, അല്ലെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ പെൽവിസ് ആയിട്ട് വരുന്നത് ഇവരാണ്, ഇലിയമാണ്. അത് മാത്രമല്ല അപ്പർ പാർട്ടുമാണ്, കണ്ടോ, മുകൾ ഭാഗമാണ്. പെൽവിസിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കണ്ടോ വിങ്സ് പോലെ, ഇങ്ങനെ ചിറക് പോലെ നിൽക്കുന്ന ബോണുകളാണ് രണ്ട് ഇലിയ. സോ ദേ ഫോം ദ ടു ഇലിയ ഫോം ദ അപ്പർമോസ്റ്റ് ആൻഡ് ദ ലാർജർ പാർട്ട് ഓഫ് ദ പെൽവിസ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു മാർജിൻ ഉണ്ടല്ലോ, ഈ പെൽവിസിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ഒരു മാർജിൻ, ഇതാ ഇവിടെ നമുക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റ് CREST, ഒരു ബോണിൻ്റെ ഒരു പ്രോമിനൻറ്റ് മാർജിനെയാണ് നമ്മളെപ്പോഴും ക്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുക ഇലിയാക് ക്രസ്റ്റ് എന്നാണ്. ഈ ഇലിയാക് ക്രസ്റ്റ് എന്നാണ് പലപ്പോഴും നമ്മൾ ബോൺ മാരോ, റെഡ് ബോൺ മാരോ, കാരണം ഫ്ലാറ്റ് ബോണുകളിലാണ് എപ്പോഴും റെഡ് ബോൺ മാരോ ഉണ്ടാവുക. ലോങ് ബോൺസിൽ പൊതുവേ ഇപ്പോൾ ഫീമറൊക്കെ പോലത്തെ ലോങ് ബോൺസിൽ കൂടുതലും ഉള്ളത് യെല്ലോ മാരോ ആണ്, ഫാറ്റി ആയിട്ടുള്ള യെല്ലോ മാരോ. നമുക്ക് റെഡ് സെൽസ്, നമ്മുടെ ബ്ലഡ് സെൽസ് ഒക്കെ ധാരാളമുള്ള റെഡ് ബോൺ മാരോ എപ്പോഴും ഉണ്ടാവുക ഫ്ലാറ്റ് ബോൺസിൽ. സോ നമുക്ക് ബോൺ മാരോ എടുക്കണമെങ്കിൽ ബോഡിയിൽ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ എന്താ പറയുക, പ്രത്യേകിച്ച് ഇലിയാക് ക്രസ്റ്റിൽ നിന്നാണ്. ഒരു ലോങ് നീഡിൽ കൊണ്ടാണ് പലപ്പോഴും ബോൺ മാരോ നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇലിയം ഫോംസ് ദ അപ്പർമോസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് പാർട്ട്. പിന്നെ അതിൻ്റെ ആ ഒരു സുപ്പീരിയർ മാർജിനെ വിളിക്കുന്ന പേരാണ് ഇലിയാക് ക്രസ്റ്റ്. അതേപോലെ അവിടെ നിന്നാണ് നമ്മൾ ബോൺ മാരോ ഒക്കെ എപ്പോഴും കളക്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സേക്രോ ഇലിയാക് ജോയിൻസ് ഫോം ചെയ്യുന്ന ഇതും കൂടെ ഓർക്കുക കേട്ടോ, ഓരോ ഇലിയവും. പിന്നെ ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇലിയം എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു ഓർഗൻ കൂടിയുണ്ട്, അത് ഇൻറ്റസ്റ്റൈൻ ഇലിയം. നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, സ്മോൾ ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗങ്ങളുണ്ട്, ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം. അപ്പോൾ അതും ഒരു ഇലിയമാണ്, പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് വേറെയാണ്, ILEUM ആണ്. ഇത് ബോൺ ഇലിയം വരുമ്പോൾ ILIUM ആണ്. അപ്പോൾ അതും ഒന്ന് ഓർക്കണം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇലിയം. പിന്നെ നമുക്ക് അടുത്ത പ്യൂബിസിനെ പറ്റി നോക്കാം. പ്യൂബിസ് എന്ന് പറയുന്നത് കൂടുതലും ഫ്രണ്ട് ഭാഗത്താണ് വരിക, ഉണ്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പർമോസ്റ്റ് പാർട്ടായിട്ടാണ് നമ്മുടെ ഇലിയ വരുന്നത്, ഉണ്ടോ, രണ്ട് ഇലിയാക് ബോൺസ് വരുന്നത്. സോ പ്യൂബിസ് എപ്പോഴും ഫ്രണ്ടിൽ, താഴെയുമാണ്, കുറച്ച് ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വരിക, ഉണ്ടോ. മാത്രമല്ല ഈ ഇവിടെ ഒരു പ്യൂബിസ് ഉണ്ടല്ലോ, ദിസ് ഇസ് എ ലെഫ്റ്റ് പ്യൂബിക് ബോൺ ആൻഡ് ദിസ് ഇസ് എ റൈറ്റ് പ്യൂബിക് ബോൺ. ഇവർ തമ്മിലൊരു ജോയിൻ്റ് ഉണ്ട് ഇവിടെ, കണ്ടോ, ഒരു നമ്മുടെ മിഡ് ലൈനിൽ തന്നെ, കണ്ടോ, എക്സാക്ട്ലി ഇൻ ദ മിഡ് ലൈൻ. ഈ രണ്ട് പ്യൂബിക് ബോണുകളും ഒരു കാർട്ടിലേജിൻ്റെ ഒരു പീസ് വഴി ഇങ്ങനെ ജോയിൻ ചെയ്ത് ഫ്യൂസ് ചെയ്തേക്കുക ഇവർ രണ്ടുപേരും, കേട്ടോ. അപ്പോൾ ആ ജോയിൻറ്റിന് ഒരു പ്രത്യേക പേര് പറയും, പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയും. ഈ സിംഫൈസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമൂവബിൾ ജോയിൻ്റ് ആണ്, മൂവ്മെൻ്റ് ഇല്ലാത്തൊരു ജോയിൻ്റ് ആണ്. യൂഷ്വലി അത് മിഡ് ലൈനിലാണ് വരിക. മിഡ് ലൈൻ നമ്മുടെ ബോഡിയുടെ നടുക്ക് ആയിട്ടാണ് സാധാരണ സിംഫൈസിസുകൾ ഉണ്ടാവുക. സോ ഈ രണ്ട് പ്യൂബിക് ബോൺസും ജോയിൻ ചെയ്തിരിക്കുന്നതും ഈ സിംഫൈസിസ് എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ആണ്. അതൊരു കാർട്ടിലേജ് വഴി രണ്ട് ബോണുകൾ ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് കൂടിച്ചേർന്ന് പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ജോയിൻ്റ് ആണ് ഈ സിംഫൈസിസ്. ആൻഡ് ദിസ് ഇസ് ദ പ്യൂബിക് സിംഫൈസിസ്. ഓക്കെ, ദ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ 2 പ്യൂബിക് ബോൺസ്, കേട്ടോ, ഇമൂവബിൾ ജോയിൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ പ്യൂബിസ് എപ്പോഴും ഫ്രണ്ട് ഭാഗം ഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കുക, കേട്ടോ, നമ്മുടെ പെൽവിസിൻ്റെ. ഓക്കെ, ആൻഡ് ദെൻ വിൽ ഓൾസോ ഡിസ്കസ് ദ ഇഷ്യം. ഇഷ്യം എപ്പോഴും പുറകുഭാഗമാണ്. നമുക്ക് ഈ പടത്തിൽ അത് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല, ബട്ട് ഒറിജിനലി ഇഷ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പുറകിലാണ്, കണ്ടോ. ഈ പ്യൂബിസ് മുന്നിലായിട്ട് വരും, നമ്മുടെ പെൽവിസിൻ്റെ താഴെയും കുറച്ച് പുറകിലുമായിട്ടാണ് ഈ ഇഷ്യം വരിക, കണ്ടോ. ഇവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്, ഒബ്റ്റുറേറ്റർ ഫൊറാമൻ എന്ന് പറയും. നമ്മൾ ബോണിലൊക്കെ ഉള്ള ഓപ്പണിങ്സിനെ അങ്ങനെയല്ലേ വിളിക്കുക, ഫൊറാമൻ. സോ ദിസ് ഇസ് കോൾഡ് ഒബ്റ്റുറേറ്റർ ഫൊറാമൻ.
അപ്പോൾ അങ്ങനെ ഇഷ്യം പുറകുഭാഗത്ത് വരുന്ന പോസ്റ്റീരിയർ ആസ്പെക്റ്റ് ഓഫ് പെൽവിസിൽ വരുന്ന ഒരു ബോണാണ്. 2 പേരുണ്ട് അല്ലേ, ഇത് റൈറ്റ് ഇഷ്യൂവും ഇത് ലെഫ്റ്റ് ഇഷ്യൂവും. ഓക്കെ, പിന്നെ ഈ ഇഷ്യത്തിലാണ് അത്ര നമ്മുടെ ബട്ടക്സിലുള്ള മസിൽസ്, നമ്മുടെ ബട്ടക്സിലുള്ള മസിൽസ് എന്താ പറയുക, വളരെ മസിൽ റിച്ച് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബട്ടക്സ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ മസിൽസിനെയാണ് ഗ്ലൂട്ടിയൽ മസിൽസ് എന്ന് പറയും. ഗ്ലൂട്ടിയസ് മാക്സിമസ്, മീഡിയസ്, മിനിമസ് എന്ന് പറഞ്ഞ് 3 മസിലുകളുണ്ട്. സോ ഈ ഗ്ലൂട്ടിയൽ മസിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ഇഷ്യത്തിലാണ്. അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത് ഇഷ്യമാണത്രേ. സോ പറയാറുണ്ട്, ഇഷ്യത്തിലും പിന്നെ അതിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന മസിൽസിലുമാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ബട്ടക്സ് വരുന്നത് ഈ ഭാഗത്താണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇഷ്യം എപ്പോഴും പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ പെൽവിസ് ആണെന്ന് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്യത്തിനെ പറ്റി. ആൻഡ് ദ ഫൊറാമൻ ഇസ് കോൾഡ് ഒബ്റ്റുറേറ്റർ ഫൊറാമൻ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ബോൺസും കവർ ചെയ്തിരിക്കുന്നു. ഇലിയം എപ്പോഴും അപ്പർ മോസ്റ്റ് ആൻഡ് മേജർ പാർട്ടാണ്. അതുപോലെ പ്യൂബിസ് ആണെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ബോൺസ് ആണ് 2 പ്യൂബിക് ബോൺസ്. പുറകിൽ വരുന്ന ഈ പോസ്റ്റീരിയർലി വരുന്ന ബോൺസ് ആണ് 2 ഇഷ്യ. ഇവർ 3 പേരും കൂടെ 3 പേരല്ല 3 പെയർ അല്ലേ, 3 പെയേഴ്സ് ഒന്നിച്ചു കൂടി സേക്രവും കൂടെ വരുമ്പോഴാണ് നമ്മുടെ പെൽവിക് റിങ് കംപ്ലീറ്റ് ആവുക. അതിൻ്റെ നടുക്കുള്ള ക്യാവിറ്റിയുടെ പേരാണ് പെൽവിക് ക്യാവിറ്റി എന്ന് പറയും. ഓക്കെ, വിച്ച് വിൽ ബി കണ്ടെയ്നിങ് ദ പെൽവിക് ഓർഗൻസ്. പ്രത്യേകിച്ച് നമ്മുടെ യൂറിനറി ബ്ലാഡർ, പിന്നെ നമ്മുടെ റെക്റ്റം, പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതൊക്കെ ഇരിക്കുന്നത് ഈ പെൽവിക് ക്യാവിറ്റിയിലാണ്. പ്രത്യേകിച്ച് ഫീമെയിൽസിലാണെങ്കിൽ യൂട്രസും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് പെൽവിക് ക്യാവിറ്റി. ഓക്കെ, അത്രയായി. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കണം. നിങ്ങൾ പെൽവിക് അല്ലെങ്കിൽ എന്താ പറയുക, ഹിപ്പ് ജോയിൻ്റ് എന്ന് കേട്ടില്ലേ? ഹിപ്പ് ജോയിൻ്റ് അല്ലേ, നമ്മളിപ്പോൾ ഷോൾഡർ ജോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഷോൾഡർ ജോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിൻ്റാണ് ഈ ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയും. ഓക്കെ, സോ ഹിപ്പ് ജോയിൻ്റ് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഒരു മൂവബിൾ ജോയിൻ്റ് ആണ്, ഫ്രീലി മൂവബിൾ ജോയിൻ്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ്, അതായത് ബോൾ ലൈക്ക് ഹെഡ് എന്ന് പറയും. ഒരു ബോൾ പോലെ ഉരുണ്ട ഒരു ഹെഡ് എന്ന് പറയുന്ന ഭാഗവും മറ്റൊരു ബോണിലുള്ള ഒരു സോക്കറ്റും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കുക. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. സോ ഹിപ്പ് ജോയിൻറ്റിലെ ബോൾ എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ബോണാണിത്, തൈ ബോൺ. നമ്മുടെ തൈ ബോൺ അല്ലേ, ഫീമർ എന്ന് പറയും. സോ ഫീമറിൻ്റെ ഹെഡ് കണ്ടോ, ഹെഡിൻ്റെ കുറച്ച് ഭാഗമേ നമുക്കിത് കാണുള്ളൂ, കാരണം ബാക്കി ഭാഗം ഹിപ്പിൻ്റെ സോക്കറ്റിനുള്ളിലാണ്. സോ ഇതാണ് ഈ ബോൾ ലൈക്ക് ഹെഡ് ഓഫ് ദ ഫീമർ ഉണ്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് ഹിപ്പ് ജോയിൻറ്റിലെ ബോൾ ആരാണ് ശരിക്കും? നമ്മുടെ ഫീമറിൻ്റെ ഹെഡാണ്. ആൻഡ് ഇതാണ് ഫീമറിൻ്റെ നെക്ക് എന്ന് പറയും. ഫീമർ നെക്ക് ആ ഒരു ഇടുങ്ങിയ ഒരു കഴുത്ത് പോലെ കാണാം, അതിനപ്പുറമാണ് ഈ ഹെഡ് വരിക. സോ ഈ ഹെഡ് ഓഫ് ദ ഫീമർ എന്ത് ചെയ്യുന്നു, ഈ ഹിപ്പ് ബോണിൻ്റെ സൈഡിൽ ഒരു സോക്കറ്റ് ഉണ്ട്. അത് എവിടെ നിങ്ങൾക്ക് കാണാം, ഒരു കുഴി. അത് നമുക്ക് ഈ പടത്തിൽ അത്രയും ക്ലിയർ അല്ല, ബട്ട് എഗെയിൻ എനിക്കൊന്ന് ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ കണ്ടോ, ഒരു സോക്കറ്റ് കണ്ടോ, ഒരു കുഴി. അത് നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്കതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് അത്ര കാണുന്നില്ല, ബട്ട് എഗെയിൻ യു ക്യാൻ ഇമാജിൻ. കണ്ടോ, ഇവിടെ ഒരു കുഴിയുണ്ട്, ഒരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റിലേക്കാണ്, സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴിയാണ്, ഒരു ഫോസ പോലെ അല്ലേ. അപ്പോൾ അതിലേക്കാണ് ഈ ഫീമറിൻ്റെ ഹെഡ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ജോയിൻ്റ് ആണ് ഹിപ്പ് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ഹിപ്പ് ജോയിൻറ്റ്. ഈ സോക്കറ്റിന് ഒരു പേരുണ്ട്, അസറ്റാബുലം എന്ന് പറയും. ഫീമറിൻ്റെ ഹെഡിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഹിപ്പ് ബോണിലെ സോക്കറ്റിൻ്റെ പേരാണ് അസറ്റാബുലം. അപ്പോൾ അങ്ങനെ അസറ്റാബുലം എന്ന് പറയുന്ന സോക്കറ്റ് ആരുടേതാണ്? നമ്മുടെ ഹിപ്പ് ബോണിൻ്റേതാണ്. ഓക്കെ, ഹിപ്പ് ബോണിൻ്റെ ഇരുവശത്തും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഈ സോക്കറ്റ് ഉണ്ട്. ഓരോ സൈഡിലും ആ സൈഡിലുള്ള ഫീമറിൻ്റെ ഹെഡുമായിട്ട് ജോയിൻ ചെയ്യുന്നു ടു ഫോം ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹിപ്പ് ജോയിൻസ്. ഓക്കെ, അപ്പോൾ അതും കൂടി ഓർക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പെൽവിസ് കേട്ടോ. അപ്പം ഇങ്ങനെ സേക്രവും കോക്സിക്സും കൂടെ ഓർക്കുക. നമ്മൾ വെർട്ടിബിൾ കോളത്തിൽ ഓൾറെഡി പറഞ്ഞതാണ് ടെയിൽ ബോൺ ഉണ്ട്. സേക്രവും കോക്സിക്സും കൂടെ, കോക്സിക്സിൻ്റെ വേറൊരു പേരാണ് ടെയിൽ ബോൺ. അപ്പോൾ അവരും കൂടി ഇതിൻ്റെ ഭാഗമാണെന്ന് ഓർക്കുക. നമ്മൾ പെൽവിസിൻ്റെ ബോൺസ് എന്ന് പറയുമ്പോൾ ഇവരെ ഇൻക്ലൂഡഡ് അല്ല, പെൽവിക് റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ വരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പെൽവിസിനെ പറ്റി. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇനി നമുക്ക് ഈ ലോവർ ലിംബ് ബോൺ, ഫീമർ തൊട്ട് അങ്ങോട്ട് താഴേക്ക് ലോവർ ലിംബിൻ്റെ ബോൺസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോൺസിൻ്റെ സെക്ഷൻ കഴിയുന്നു. പിന്നീട് നമുക്ക് ജോയിൻസും മസിൽസും ഒക്കെ പഠിക്കാം. സോ എല്ലാ വീഡിയോസും കാണണം 1 by 1.
ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് വാച്ച് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വാല്യൂബിൾ കമൻസും കൂടെ പറയുക. സോ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.